വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു അടിപൊളി ചോദ്യമാണ്. നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ ഭയങ്കര രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെ. കുറെ ഇക്വേഷൻസ് ഒന്നും ഇല്ല. ബാക്കി ഫിസിക്സിലെ ചാപ്റ്റേഴ്സ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം തരുന്ന ചാപ്റ്റർ ആണ് അല്ലെ. ബാക്കിയുള്ളതിലൊക്കെ കുറെ ഇക്വേഷൻസ് പ്ലസ് അല്ലെ തിയറി പ്ലസ് കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ളപ്പോ ഇവിടെ നമുക്ക് ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിലെ ബാക്കി തിയറിയും കൂടെ സെറ്റ് ആയി കഴിഞ്ഞാൽ ചാപ്റ്റർ ഫുള്ള് സെറ്റാണ് അല്ലെ. വളരെ ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആയിരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, എന്റെ ഫേവറേറ്റ് ചാപ്റ്റർ സൗണ്ട് ആണെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ അതായിരിക്കില്ല. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ചാപ്റ്റർ ഏതാന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിൽ നിന്നും നമ്മളോട് ചോദിക്കുന്ന ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. Calculate the wavelength of a sound wave whose frequency is 110 Hz and speed is 330 meter by second in a given medium. So we have to find out the wavelength here അല്ലെ. അപ്പൊ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും സ്പീഡും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആൻഡ് ബിഫോർ ദാറ്റ് നമുക്ക് അറിയുന്ന കാര്യമാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സൗണ്ടിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് അല്ലെ. നമ്മൾ പഠിക്കുന്നതാണ് സൗണ്ടിന്റെ പ്രോപ്പർട്ടി ആണ്. അതിന് റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ. അതാണ് പിച്ച് എന്ന് പറയാം അല്ലെ. പിച്ച് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്ന് പറയാം. ഓക്കെ, വേവ് ലെങ്ത് നമുക്കറിയാം അല്ലെ. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ടാണ്. ഇത്രയും കാര്യം നമുക്കറിയാം. സോ നമ്മൾ ഇത് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനും കൂടെ നമുക്കറിയണം. അത് നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചോളൂ. ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു വെലോസിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പറയാം സ്പീഡ് ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് ആണ് കേട്ടോ. സ്പീഡ് ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത്. അതായത് ഫ്രീക്വൻസിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ നമുക്കറിയാം എഫ് ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത്, ലാംഡ കണ്ടുപിടിക്കാനാണ് അല്ലെ. അപ്പൊ എന്തെല്ലാമാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, അവിടെ സൈഡിൽ എഴുതി കൊടുക്കണം. സോ നമുക്ക് ഇവിടെ വി തന്നിട്ടുണ്ട്. വി എത്രയാണ്? 330 മീറ്റർ ബൈ സെക്കൻഡ് ആണ് അല്ലെ. പിന്നെയോ നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് എത്രയാണ്? 110 ഹെഡ്സ് ആണ്. പിന്നെന്താണ്? ലാംഡ തന്നിട്ടുണ്ടോ? ഇല്ല. അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കാം. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ലാംഡ ഹിയർ. ദെൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ലാംഡക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം അല്ലെ. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇവിടെ നിന്ന് ലാംഡ കണ്ടുപിടിക്കാം. ലാംഡനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, എഫിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. സോ വി വിൽ ഗെറ്റ് ലാംഡ ഇസ് ഈക്വൽ ടു വി ബൈ എഫ് അല്ലെ. വി എന്ന് പറയുമ്പോൾ എത്രയാണ്? 330 ആണ്. സോ 330 ഡിവൈഡഡ് ബൈ എത്രയാണ്? നമുക്കറിയാം 110 അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും 3 എന്ന് കിട്ടും. ആൻഡ് 3 മീറ്റർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ആൻഡ് ഹിയർ മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. ആ കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഇനി സൗണ്ടിന്റെ മറ്റൊരു പ്രോപ്പർട്ടി നമുക്കറിയാം ലൗഡ്നെസ് എന്ന് പറയും അല്ലെ. ലൗഡ്നെസ് എന്ന് പറയുമ്പോൾ ഞാൻ രണ്ട് രീതിയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഹലോ മക്കളെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറയുന്നു. ഇനി ഞാൻ മറ്റൊരു രീതിയിൽ പറയാം, ഹലോ മക്കളെ, നിങ്ങൾ നന്നായിട്ട്, അതായത് കുറച്ചുകൂടെ ലൗഡായിട്ട് അല്ലെ, കുറച്ചുകൂടെ വോയിസ് കൂട്ടി ഞാൻ സംസാരിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ സൗണ്ട് എന്ന് പറയുന്നത് ലൗഡ്നെസ് കൂടിയിട്ടുള്ള സൗണ്ട് ആണ് അല്ലെ. അപ്പോൾ അത് തീരുമാനിക്കപ്പെടുന്നത് സൗണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന പാർട്ടാണ് കേട്ടോ. അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും നമ്മോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് സൗണ്ടിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വേവ് ആയിട്ട് പറയാം അല്ലെ. ഇതാണ് ഒരു വേവ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു വേവ് ആയിട്ട് പറയാം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതാണ് നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞു ഹലോ മക്കളെ, നിങ്ങൾ നല്ലതാണ്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് വേവിനെ ഞാൻ വരക്കുകയാണെങ്കിൽ ഇതാ ഏകദേശം ഇതുപോലേക്ക് വരും അല്ലെ. ആംപ്ലിറ്റ്യൂഡ് വളരെ കുറവാണ്. രണ്ടാമത്തത് ഹലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ടുണ്ട്? നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. അതും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട്, രണ്ട് വേവ് തന്നിട്ട് ഇതിൽ ഏതാണ് ലൗഡർ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ആംപ്ലിറ്റ്യൂഡ് ആർക്കാണോ കൂടിയിട്ടുള്ളത് അതാണ് ലൗഡർ അല്ലെ. ആ ഒരു വോയിസിനായിരിക്കും ലൗഡ്നെസ് കൂടുതൽ. അതുപോലെ തന്നെ പിച്ചിന്റെ കാര്യം കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ സൗണ്ടുകൾ എന്ന് പറയുന്നത് പിച്ച് കൂടിയ സൗണ്ടാണ്. ഫ്രീക്വൻസി കൂടിയ സൗണ്ട് ആയതുകൊണ്ടാണ് അവരുടെ സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ അല്ലെ ഒരു വന്നടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. പുരുഷന്മാരുടെ സൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ സൗണ്ടിന്റെ പ്രോപ്പർട്ടി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് താരതമ്യേന ലോവർ പിച്ചിലുള്ള അല്ലെങ്കിൽ ലോവർ ഫ്രീക്വൻസി സൗണ്ടുകളാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓഡിബിൾ റേഞ്ചും ഇനോഡിബിൾ റേഞ്ച് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ. മനുഷ്യന്മാർ നമ്മൾ പറയും നമുക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര സംഭവമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും
നമുക്കും കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അതായത് നമ്മളെ മനുഷ്യന്മാർക്ക് എല്ലാ സൗണ്ടുകളെയും കേൾക്കാൻ പറ്റില്ല അല്ലെ. നമുക്ക് ആകെ കേൾക്കാൻ പറ്റുന്നത് 20 ഹെഡ്സിന്റെയും 20,000 ഹെഡ്സ് അല്ലെങ്കിൽ 20 കിലോ ഹെഡ്സ് നമുക്ക് പറയാം. ഇതിന്റെ ഇടയിലുള്ള സൗണ്ടുകളെ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിന് താഴെയുള്ള സൗണ്ടുകളും ഇതിന് മുകളിലുള്ള സൗണ്ടുകളും നമുക്ക് കേൾക്കാനേ പറ്റില്ല. ഇതിന് താഴെയുള്ള സൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കും. ഇതിന്റെ മുകളിലുള്ള സൗണ്ടാണ് അൾട്രാസോണിക് സൗണ്ട്. എന്താ നമ്മൾ വിളിക്കുക? അൾട്രാസോണിക് സൗണ്ട്, അൾട്രാസോണിക് സൗണ്ട്, അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കും. സെറ്റാണല്ലോ. അപ്പൊ ഇൻഫ്രാസോണിക് സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ എർത്തുക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഫിലിമിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലെ. നമ്മൾ ചില സിനിമകളിലൊക്കെ നമുക്ക് കാണാം, ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും, കുറേ പക്ഷികളും മൃഗങ്ങളൊക്കെ അങ്ങോട്ട് പറന്നു പോവും. അതുപോലെ തന്നെ ഡോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓ എന്ന് പറഞ്ഞ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതായത് ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന വേവ് ഇൻഫ്രാസോണിക് വേവ് ആണ്. അത് നമുക്ക് കേൾക്കാൻ പറ്റുമോ? നമ്മൾ കേൾക്കാൻ പറ്റില്ല. നമ്മൾ മനുഷ്യന്മാരല്ലേ, മണ്ടന്മാരായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഭൂമിന്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ആദ്യം തുടങ്ങിയിട്ടുണ്ടല്ലേ, ആ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. ആദ്യം എന്ത് ചെയ്യും, ഈ മൃഗങ്ങളും പക്ഷികളൊക്കെ കേട്ടിട്ട് അവരെന്ത് ചെയ്യും, അവര് ശബ്ദം ഉണ്ടാക്കും അല്ലെ. സയൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല അല്ലെ. സിനിമകളിലൊക്കെ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഫ്രാസോണിക് സൗണ്ടുകളാണ്. അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷേ മൃഗങ്ങൾക്കും അല്ലെ മറ്റു പല പക്ഷികൾക്കും അത് കേൾക്കാൻ പറ്റാറുണ്ട്. സോ അത് ഇൻഫ്രാസോണിക് സൗണ്ട്. അതുപോലെ തന്നെ അൾട്രാസോണിക് സൗണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പക്ഷിയാണ് ബാറ്റ്സ്, വവ്വാൽ എന്ന് പറയുന്നത്. രാത്രി കാലങ്ങളിലൊക്കെ വവ്വാലുകൾ ഇങ്ങനെ പ്രേതങ്ങളെ പോലെ ഇങ്ങനെ പറക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. രാത്രി കാലങ്ങളിൽ അവർ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പറക്കുന്നതൊക്കെ എങ്ങനെയാണ്? അൾട്രാസോണിക് വേവ്സ് ഉപയോഗിച്ചിട്ടാണ്. അതിന്റെ റിഫ്ലക്ഷൻ കാരണമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റുന്നതും കൂടെ നിങ്ങൾ മനസ്സിലാക്കാം. അവരത് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ അവർക്ക് കേൾക്കാനും കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഇതും കൂടെ നിങ്ങൾ കൂട്ടത്തിൽ മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അടിപൊളി ചോദ്യമാണ്. ഇതുപോലുള്ള ചോദ്യങ്ങളാണ് സാധാരണ ഇതിൽ നിന്ന് ന്യൂമറിക്കൽസ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാറുള്ളത്. സോ താങ്ക് യു സോ മച്ച്. ഇതിന് ആൻസർ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.